ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലും കൊടംപുളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത മീനാണ്. അസാധ്യ ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിലേക്കായിട്ട് ആദ്യം വേണ്ടുന്നതാണ് വെളുത്തുള്ളി. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ, മീഡിയം വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുവേ. അടുത്തതായി ഇഞ്ചിയാണ് വേണ്ടുന്നത്. ഇഞ്ചി ഒരു വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ, അതിങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. കൂടെ തന്നെ വേണ്ടുന്നതാണ് കുരുമുളക്. മുഴുവൻ കുരുമുളകാണ് കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളകും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടും. സോ 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടേ. അടുത്തതായി പെരുംജീരകം പൊടിച്ചതാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നോർമൽ വാട്ടറാണ്, നമ്മളിത് നല്ലതുപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു രീതിയിലാട്ടോ വേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് കുഞ്ഞു മീനാട്ടോ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പോൾ വളരെ കുഞ്ഞായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു 15ഓളം മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിപ്പമാണെങ്കിൽ ഒരു 6-7 മീൻ എടുക്കുമ്പോഴത്തേനും ഈ ഒരു മസാലയുടെ കണക്കാവുകയെ. അപ്പോൾ നിങ്ങൾ അതിലെ കൂടുതൽ മീൻ എടുക്കുവാണെങ്കിൽ മസാല അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കണം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ടേ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യേണ്ടത്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ജീരകം പേസ്റ്റ് പകുതി എടുത്തിട്ടുണ്ടേ, പകുതി ആഡ് ചെയ്യാം. കുറച്ചും കൂടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ ഫിഷിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ വാഴയിലയിൽ പൊള്ളിക്കുന്നത് നമുക്ക് ഏത് മീനും ഇതുപോലെ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഇന്ന മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഏത് മീനിൽ ചെയ്താലും. നമ്മുടെ ഫിഷിന്റെ ഉള്ളിലെല്ലാം മസാല പിടിക്കുന്ന തരത്തിൽ നമ്മൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഫിഷിലെല്ലാം മസാല ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് മീന് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാവേ. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീൻ അതിലോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 2 വശവും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്.
നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ ഫ്രൈ ചെയ്തതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഓയിലില്ലേ, ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കി പ്രോസസ്സും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആവശ്യമെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഓയിലിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, അതുപോലെ തന്നെ പെരുംജീരകം ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഇതിന്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് സവോള. ഞാനിവിടെ 2 വലിയ സവോളയാണ് കേട്ടോ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വലിയ സവോള ആയതുകൊണ്ടാണ് 2 എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു സവോള ആണെങ്കിൽ ഒരു 3 ഒക്കെ എടുത്താൽ കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണേ. സവോളയൊക്കെ വഴണ്ട് വരാൻ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ആ ഒരു ഫിഷ് ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലില് സവോള മൂപ്പിക്കുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. ആ ഒരു സവോളയും ആ ഫിഷ് ഫ്രൈ ചെയ്ത ഓയില് എല്ലാം കൂടെ മിക്സായിട്ട് സൂപ്പർ മണമാണ്. നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകണം. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ കണ്ടില്ലേ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാവേ. തക്കാളി ഒരു വലിയൊരു തക്കാളിയാണ്, കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാവേ. ഈ ഒരു സമയം കൊണ്ട് തന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം കേട്ടോ. ഒരു 1/4 മുറി തേങ്ങ ചിരകിയിട്ട് അത് നല്ലോണം പാല് പിഴിഞ്ഞെടുക്കുക ചെയ്യേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ അതിൽ നിന്ന് പാലെടുക്കണം കേട്ടോ. ആ ഒരു കട്ടി പാല് കൂടെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് കണ്ടോ. തക്കാളിയുടെ പീസ് തന്നെ ഇല്ലല്ലേ. അപ്പോൾ എല്ലാം നല്ലതുപോലെ വെന്ത് ചേർന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിനി പൊടികളാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണേ. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മുളക് പൊടി. ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. കാര്യം നമ്മൾ കുരുമുളകും ഒക്കെ ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ എല്ലാം കൂടെ എരിവ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ കുരുമുളകിന്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ കുരുമുളകിന്റെ ആ ഒരു എരിവുമാണ് മുന്നിട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ തണ്ടോട് കൂടി ഇട്ട് കൊടുക്കുവാണേ. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. അടുത്തതായി വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയില ഇവിടെ റെഡിയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല, അതിന്റെ പകുതി മസാല നമുക്കിതിലോട്ട് ആഡ് ചെയ്യാവേ. എന്നിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിന്റെ പുറത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫിഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് ബാക്കിയുള്ള മസാലകളും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ സമയത്താട്ടോ പച്ചമുളക് ആഡ് ചെയ്യുന്നേ. ഒരു 2 പച്ചമുളക് നടുവത്ത് നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു.
അടുത്തതായി വേണ്ടുന്നതാണ് കുടംപുളി. വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടംപുളി. ആ കുടംപുളിയും ഞാൻ 2 ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് മുറിച്ച് വെച്ച് കൊടുത്തോട്ടോ. അപ്പം ആ ഒരു കുടംപുളിയുടെ ആ ഒരു പുളിയൊക്കെ നമ്മുടെ ഈ ഒരു മിക്സിലിറങ്ങി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കുമേ. അടുത്തതായി വേണ്ടുന്നതാണ് ഹൈലൈറ്റിംഗ് ഫാക്ടർ, തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാല് നല്ല ഫ്ലേവർ കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു മീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു തേങ്ങാപ്പാല്. നല്ല കട്ടിപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് കറിവേപ്പില, തണ്ടോടുകൂടി കറിവേപ്പിലയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിതിനി മടക്കാവേ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൊതി ഇവിടെ സെറ്റാണ്. എല്ലാം നല്ല സൂപ്പറായിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാവേ. അടുത്തതായി പാനിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഓയിൽ മതിയേ. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഈ ഒരു പൊതി ഈ ഒരു ഓയിലിലോട്ട് വെച്ച് കൊടുക്കാവേ. ഒരു 5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റോളം ഇരിക്കട്ടെ. 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. അപ്പം മറിച്ചിട്ടിട്ടുണ്ട്. മറുവശവും കൂടി നമുക്ക് 5 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കെട്ടി വെക്കാവുന്നതാണ്. വാഴനാരോ അതല്ലെങ്കിൽ നൂലോ വെച്ചൊക്കെ കെട്ടി വെക്കാം. ഞാനിവിടെ ചെയ്യുന്നില്ല. അങ്ങനെ മറുവശവും 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എടുത്ത് നോക്കാവേ. അപ്പോൾ പൊതി അഴിക്കുവാണ്. വാവ്, നമ്മുടെ എല്ലാം അങ്ങനെ സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കുടംപുളി അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ല ടേസ്റ്റാട്ടോ. നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം കൂടെ മിക്സായിട്ട് ഒരു ഗംഭീര അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.